വരവോടുകൂടി ആദിലയുടെ തനി സ്വരൂപം വ്യക്തമായി. ആരാണ് റിയൽ കട്ടപ്പ? ഷാനവാസ് ആദിലയുടെ മുഖംമൂടി വലിച്ചു കീറി. ഇതിനെപ്പറ്റി എല്ലാം സംസാരിക്കാം. അതിനു മുമ്പ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തെന്ന് വെച്ചാൽ ഞാനെടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് രാവിലെ ലൈവിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, രാവിലെ തന്നെ അനീഷ് ആദിലയോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. എനിക്കൊരു ടീം മീറ്റിംഗ് വെക്കണം, ഗ്രൂപ്പ് മീറ്റിംഗ് വെക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നുള്ള രീതിക്ക് ആദിലയുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അഹങ്കാര രീതിക്കൊക്കെ ആയിരുന്നു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ് അനീഷ് ഭക്ഷണം എടുത്തിട്ട് ഡൈനിങ് ഏരിയയിൽ വന്നിരുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ടായിരുന്നു, അതേ ഒരാൾ വരുന്നുണ്ട്, ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, ഗ്യാസ് വിടുന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. അതും അനീഷിനെ വല്ലാത്ത രീതിക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലായിരുന്നു ആദിലയുടെ മറുപടി എന്ന് പറയുന്നത്. പിന്നെ അവിടെ നടന്നത് ജയിൽ നോമിനേഷൻ ആയിരുന്നു. ജയിൽ നോമിനേഷൻ സമയത്ത് അവിടെ ആദില മുമ്പ് നടന്ന കാര്യങ്ങൾ, ഷാനവാസിന്റെയും നെവിന്റെയും മല്ലിയില പ്രശ്നത്തിൽ ആദില കയറി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നെവിനോട് പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വൃത്തികെട്ട കാർഡ് ഞാൻ ഇറക്കിയിട്ടില്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ അത് ഏത് കാർഡാണെന്നൊക്കെ പറഞ്ഞ സമയത്തായിരുന്നു. പിന്നെ ഓപ്പൺ നോമിനേഷൻ സമയത്ത് നെവിന്റെ കാര്യങ്ങൾ, നെവിൻ ഇങ്ങനെ ബോയ്സിനോട് ഭയങ്കര ക്ലോസ് ആവുന്നു എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആദിലായിരുന്നു അവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആദില പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുകയായിരുന്നു ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത്രയും കാലം ഷാനവാസിന്റെ കൂടെ നിന്നിട്ട് നെവിനെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ നേരെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു ഇങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡബിൾ സ്റ്റാൻഡ് കളിയാണ് ഇപ്പൊ ആദില കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം റിയാസിന് അവിടെ ആദില നൂറ അനുമോള് കൂട്ടുകെട്ട് ഇഷ്ടമായിരുന്നില്ല. ആദില നൂറ അതുപോലെ തന്നെ ഷാനവാസ് അക്ബർ ഇവരുടെ കൂട്ടുകെട്ടൊന്നും ഇഷ്ടമായിരുന്നില്ല. അവിടെ റിയാസിന് കുറച്ചുപേര് ഇഷ്ടമുണ്ട്. ആ ഒരു കൂട്ടുകെട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ കുറെ ഹിന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു റിയാസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇപ്പൊ ആദില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിക്കുന്നത്. പക്ഷെ ഇത് നൈസായിട്ട് പൊളിച്ചിരിക്കുകയാണ്. അനുമോള്, ബിന്നി ഇവരൊക്കെ ചേർന്നിട്ട് തന്നെയാണ് ഫസ്റ്റ് ഡോസ് കൊടുത്തിരിക്കുന്നത്. അനുമോൾ അവിടെ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അങ്ങനെയല്ല, കാരണം ആദില എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആദില തന്നെയാണ് പ്രവീണിന്റെ കാര്യം, പ്രവീണും നെവിനും തമ്മിലുള്ള കാര്യം എന്നോടൊന്നും ചോദിച്ചതും ആദില തന്നെയാണ്. നിന്റെ ഒപ്പീനിയൻ പറയാന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറകെ നടന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചതും ആദിലയാണെന്നുള്ള രീതിക്ക് അനുമോള് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഊഴ എന്ന് പറയുന്നത് ബിന്നിന്റെ ഊഴായിരുന്നു. ബിന്നി അവിടെ ബിന്നിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദിലയായിരുന്നു ഈ ഒരു ടോപ്പിക് ഫസ്റ്റ് നോമിനേഷൻ സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിന് പിന്നാലെയായിരുന്നു ഷാനവാസ് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരോടും പോയി ചോദിച്ചതും എല്ലാവരോടും അവരുടെ അഭിപ്രായം ചോദിച്ചതും ആദിലയാണെന്നുള്ള രീതിക്ക് വ്യക്തമായിട്ട് ബിന്നി പറയുന്നുണ്ടായിരുന്നു. അവിടെ സേഫായി നിൽക്കാൻ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിനെ യൂസ് ചെയ്തെന്നുള്ള രീതിക്കും ബിന്നി പറയുന്നുണ്ട്. ബിന്നി അവിടെ ഒരു കാര്യവും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുമില്ല, ആദിലയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുമില്ല. പുള്ളിക്കാരിക്ക് എന്താണോ തോന്നിയത്, പുള്ളിക്കാരി അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടുന്ന് രണ്ട് കിടിലൻ ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് ബിന്നി അവിടുന്ന് പോയിരിക്കുന്നത്. റിയാസ് വന്നതിന് ശേഷമാണ് ആദിലയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് എന്നും അതുപോലെ തന്നെ എല്ലാവരും എന്നെയാണ് കുത്തിത്തിരിപ്പ് റാണി എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കുത്തിത്തിരിപ്പ് റാണി എന്ന് പറയുന്നത് ആദിലയാണെന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു ബിന്നി അവിടെ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് കളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു ആദില നൂറയൊക്കെ. റിയാസ് വന്ന പാടെ ഒന്നാമത്തെ ഫസ്റ്റ് ചെയ്ത കാര്യം ലക്ഷ്മിനെ അങ്ങോട്ട് ഹൈപ്പാക്കി. അതിനുശേഷം ആദില നൂറേനെയൊക്കെ വേണ്ടാത്തൊക്കെ ഇൻജക്ട് ചെയ്തിട്ട് അവരെ ഇപ്പൊ നല്ല രീതിക്ക് നെഗറ്റീവ് ആക്കാനും റിയാസിന് പറ്റിയിട്ടുണ്ട്.